സൂപ്പർ സുരസുന്ദരി എനിക്ക് തലതിരുന്നക്കറിയുടെ ദമയന്തിയല്ലേ കണ്ണാസ്രാത്തിന് കാര്യം ശകുന്തളയല്ലേ ഓമക്കയാണെങ്കിൽ മധുവാസമോ മധുവാസമോ ഗർഭവാസമോ ഏതാണെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ മലയാള സിനിമയിലെ ഒരു ഫാമിലി മൊത്തം വന്നിട്ടുണ്ട്. സുകുമാരൻ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്. ഞാൻ ഇവരെ കൂടി ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമേ സുകുമാരൻ. അയ്യോ കുടിക്കാനുള്ളവരുടെ ചായയോ ഓമനയുടെ നാൽപ്പത്തിയേഴ് അപ്രവാദം നവീകാരെയും സമീപം ആ ഓമന വയ്ക്കുന്നതിന് നവീകരണം ശ്രീധരത്തിൽ വഴക്കോളമക്കളോ ഉണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യം. ഏതാണ് എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് വരുന്നത്. ഇങ്ങനെയാണ് ഇടിച്ചം വെള്ളിങ്ങ തീരുമ്പോൾ ഏന്തവന്റെ പേര് മാതൃ അത് വട്ടത്തിന്റെ പകരം മീശാണ് കൊള്ളാം ഒരു സ്റ്റൈലൊക്കെ. പിന്നെ നാളെ വരുന്ന മുഖത്തിൽ മീശാനുള്ളത് വഴിത്തേക്ക് വേണം എപ്പോഴും സ്ക്രീറ്റ് നമ്പൂരില്ല സ്റ്റേഷനിൽ കവല 143 വണ്ടിയുടെ നമ്പർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ശരി. നിന്നെ ഞാൻ കൊണ്ടു കാഞ്ഞിരപ്പള്ളിയിലേക്ക് നീ നല്ല എറിയാൻ തിരിച്ചിരുന്ന റബ്ബറല്ലേ ഇവരുടെ പോലെ 143 വണ്ടിയുടെ നമ്പർ. താങ്ക് യു. അടുത്തായിട്ട് മോർഫിങ്ങിലൂടെ തന്നെ 5 പേര് പരിചയപ്പെടുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഇവിടുത്തെ പ്രവാസികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട് കമ്പലപ്പൊലിയൊന്നുമല്ല ഒത്തിരി കാർക്കാ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് സ്വന്തമായിട്ടൊരു ബീവറേജുണ്ട്. വരാത്തവർ അറിഞ്ഞിരിക്കുക. ഈ ബീവറേജിന് മുന്നിൽ എന്നും തിരക്ക് കാണുമ്പോൾ ഒരു കൂട്ടം പട്ടികൾ അവിടെ വരാറുണ്ട്, ഒരു കൂട്ടം നായകൾ. ഈ നായകൾക്കും പട്ടികൾക്കും വളരെ സംശയം, എന്തിനാണ് ഇവർ ഈ ക്യൂ നിൽക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത്. അപ്പോൾ ഒരു പട്ടി പറഞ്ഞു, എടാ അത് ഞാൻ അവിടെ ചെന്നാൽ നമുക്ക് മദ്യപിക്കാം, ആവശ്യമുള്ള സാധനം കിട്ടുമെന്ന് പറഞ്ഞ് ഒരു സാധാരണ ഇവിടുത്തെ ഒരാളും പോവാണ്, പ്രവാസിയൊന്നുമല്ല, ആ ആളുടെ വീട്ടിലെ പട്ടിയാണ് പോകുന്നത്. ആ പട്ടി ആദ്യം ചെന്നു. അപ്പോൾ പട്ടിയുടെ നല്ല പൈസയുണ്ട്, പട്ടി സെറ്റപ്പായിട്ട് പട്ടി ചെന്നു. ആദ്യം ചെന്നിട്ട് പട്ടി അവിടെ ക്യൂ നിന്നു. പട്ടി ചെല്ലുന്നു. ഈ ഡാഡി ഉണ്ടല്ലോ നമുക്കറിയാലോ. അപ്പോൾ പറഞ്ഞു ആ പട്ടിക്ക് ഒരു പുള്ളം കൊടുത്തു വിട്ടു. അപ്പോൾ ഒരു പ്രവാസിയുടെ വീട്ടിലെ പട്ടി ചെല്ലുന്നു. പ്രവാസിയൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല, ആളുടെ പൈസ ഇല്ല. പട്ടി എന്തെങ്കിലും പറയുന്നു, ആ പട്ടി കൊടുത്തു വിട്ടു. ഇപ്പോഴാണ് നമ്മുടെ ഒരു അമേരിക്കക്കാരൻ്റെ വീട്ടില് ഭയങ്കര സെറ്റപ്പായിട്ടുള്ള പട്ടി. സെറ്റപ്പ് എന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ തീരെ പൈസ ഇല്ല. അത് ഉള്ളതുപോലെ അത് ചെല്ലുന്നു. താഴത്തെ വെച്ചാൽ ഉറുമ്പതിച്ചാലോ തലേ വെച്ചാൽ പേരടിച്ചാലോ എന്ന രീതിയില ഞാൻ ആ കൊച്ചിനെ വളർത്തിയത്. അയ്യോ ഇങ്ങനെ കൊച്ചിനെ വളർത്താൻ പറഞ്ഞ് ഈ കേരളത്തിൽ മലയാള സിനിമയല്ലേ ഈ പീഡനം ഉണ്ടാക്കുന്നത്. ഇതാ പുതിയൊരു പാട്ട് നിങ്ങൾ കേട്ടോ, മമ്മി ഡാഡി വീട്ടിലില്ല, പെടപോലെ ആരുമില്ല, പകപോക്കാനും ആരുമില്ല, വിളയാടാൻ പാട ബില്ലാട. ഈ കൊച്ചിന് വല്ല അറിയോ ഈ ബില്ലാടൻ ആരാന്ന്? അതുകൊണ്ട് നീ അടുത്ത വേറെ നോക്കുന്നുണ്ട്, ബാബു നമ്പൂരി. ഈ ബാബു നമ്പൂരി നമ്മുടെ കേന്ദ്രമന്ത്രി മുൻ മുഖ്യമന്ത്രി ആന്റണി സാറുമായിട്ട് ചെറിയൊരു സാധനമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വല്ലതും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാരണത്തടിച്ചു പോയി. കാര്യം പരിപാടി ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, അങ്ങനെയുള്ള ഒരു സെറ്റപ്പായിട്ടല്ല വന്നത്. നമ്മളുടെ ആന്റണി വന്നിട്ടുണ്ട്. വളരെ മൃഗീയമായി വളരെ പൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് കണ്ടു സന്തോഷം. എന്നോട് പല യാത്രകൾ ചോദിച്ചു, സാറേ ഈ ഇന്ത്യക്ക് ചാര വിമാനമുണ്ടോ? സത്യത്തിൽ ഇന്ത്യക്ക് ചാര വിമാനം ഉണ്ടോ? ഇന്ത്യക്ക് ചാര വിമാനമില്ല. ഇന്ത്യക്കുള്ളത് ഒരു പച്ച വിമാനം, ഒരു മഞ്ഞ വിമാനം, ഇങ്ങനെയുള്ള ചെറിയൊരു പിങ്ക് കളർ വിമാനമാണ്. അല്ലാണ്ട് ഇന്ത്യക്ക് ഒരു ചാര വിമാനമൊന്നുമില്ല. അപ്പൊ ഏതാണ് ഇത് പരിപാടിയുടെ ഭാഗമായിട്ട് 1-2 സൗണ്ട് കൂടി എടുത്തിട്ട് ഞാനങ്ങ് പോകാമെന്ന് തീരുമാനിക്കുകയാണ്.
അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നൊരു നടന്നു പറഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഒരു 5-6 അടി ഹൈറ്റും വെയിറ്റും ഒക്കെയുള്ള നല്ല ഗ്ലാമറൊക്കെയുള്ള ഒരു നടനാണ്. സീരിയലിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ വളരെ സജീവമാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾ പരിചയപ്പെടാം. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ എടുക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു കൈയടി ഞാൻ പ്രതീക്ഷിക്കും. ഞാനൊക്കെ നല്ലവനൊന്നും അല്ല. വയ്യാവണ്ണം വഴിയിട്ടിടയിലെ ഇതിനെ കണ്ടാലും ഞാൻ ഇതുവരെ നോക്കും. എങ്ങനെയുണ്ടോ